പാദവാർഷിക പരീക്ഷ 4ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ. പ്രധാനമായും പരീക്ഷയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോയാണ്. എല്ലാവരും മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും നഷ്ടമാവുകയില്ല. ഇത് കാണുന്നതിലൂടെ തന്നെ നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്ത് എടുക്കാൻ പറ്റും. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, നുക്കമ്മിലു ബിമാ ഫിൽ ഖൗസൈനി, ബ്രാക്കറ്റിൽ ഉള്ളത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് ഒന്നാമത്തത് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ചോദ്യം വായിച്ചു നോക്കാം. ഡാഷ് തോവിലെത്തി ബിത്തീഹുൻ, മേശയുടെ മേലെ ബത്തക്കയുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. അവിടെ യോജിച്ചത് എന്താണ്? അലയാണ്. അല തോവിലെത്തി ബിത്തീഹുൻ, മേശയുടെ മുകളിൽ ബത്തക്കയുണ്ട് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തത് തൻതളിറുൽ ഉമ്മ, ഉമ്മ വെയിറ്റ് ചെയ്യുന്നു, കാത്തിരിക്കുന്നു. എവിടെ? ബൈത്ത്. ഏതാണ് യോജിച്ചത്? ഫി ആണ്. ഫിൽ ബൈത്ത്, വീട്ടിൽ കാത്തിരിക്കുന്നു. ഇപ്പോൾ വീട്ടിൽ എന്ന അർത്ഥത്തിൽ വരുന്നതാണ് ഫി. വീട്ടിൽ ഉമ്മ കാത്തിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക. പാല എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ മേലെ വരുമ്പോൾ അല തോവിലെത്തി, അല ഷജറത്തി, ഇതാണ് അലയുടെ ഉപയോഗം. ഇപ്പോൾ ഫിൽ ബൈത്തി, വീട്ടിൽ, ഫിൽ മദ്രസത്തി, അവിടെയൊക്കെ ഫീ ആണ് വരിക. ഇനി അടുത്തത് മൂന്നാമത്തത് അൽ ഉസ്താദു, ഉസ്താദ് യദ്ഹബു പോകുന്നു, ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ എന്തുകൊണ്ട് തെദ്ഹബു എന്ന് തിരഞ്ഞെടുത്തില്ല? തെദ്ഹബു എന്നുള്ളത് പെണ്ണുങ്ങൾക്കുള്ളതാണ്, യദ്ഹബു ആണുങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം നോക്കണം, സ്ത്രീകൾക്കുള്ളതാണോ പുരുഷന്മാർക്കുള്ളതാണോ, ഒരാൾക്കുള്ളതാണോ രണ്ടാൾക്കുള്ളതാണോ രണ്ടിൽ കൂടുതൽ ആൾക്കുള്ളതാണോ. ഇപ്പോൾ ഇവിടെ ഉസ്താദ്, രണ്ട് ഉസ്താദ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? യദ്ഹബാനി എന്നാണ് വരിക. ഇനി ഒരുപാട് ഉസ്താദുമാരാണ് ഉള്ളതെങ്കിൽ എന്തായിരിക്കും വരിക? യദ്ഹബു പറ്റുമോ? ഇല്ല. യദ്ഹബാനി പറ്റുമോ? ഇല്ല. പിന്നെ എന്തേ പറ്റൂ? യദ്ഹബൂനയെ പറ്റൂ. നേരെ മറിച്ച് പെണ്ണുങ്ങൾക്കുള്ള തെദ്ഹബു, തെദ്ഹബാനി, യദ്ഹബുന, ഇതിലേതെങ്കിലും ഒന്ന് ഉസ്താദിന് വെച്ച് കൊടുക്കാൻ പറ്റുമോ? അത് പറ്റൂല. കാരണം ഉസ്താദ് ആണാണ്, മറ്റത് പെണ്ണാണ്. ഇങ്ങനെ എല്ലാം നോക്കിക്കൊണ്ട് മാത്രമാണ് നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത്. പ്രത്യേകം അത് നോട്ട് ചെയ്യുക. ഇനി അൽ ബിൻതു, പെൺകുട്ടി. നോക്ക്, പെൺകുട്ടി ആയതുകൊണ്ട് നമ്മൾ ഏതാണ്? തെദ്ഹബു, അവൾ പോകുന്നു, ഇലൽ മദ്രസത്തി, ഇലൽ മസ്റഅത്തി, കൃഷിയിടത്തിലേക്ക് അവൾ പോകുന്നു. അവൾക്ക് യദ്ഹബു പറ്റില്ല, കാരണം അവൾ സ്ത്രീയാണ്. യദ്ഹബു ആണുങ്ങൾക്കുള്ളതാണ്. പിന്നെ അവൾക്ക് തെദ്ഹബാനി പറ്റില്ല, കാരണം ബിൻത്ത് ഒരാളേ ഉള്ളൂ, തെദ്ഹബാനി 2 പേർക്കുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം, എങ്കിലേ മാർക്ക് ലഭിക്കുകയുള്ളൂ. ലിസാനിൽ ചെറിയ തെറ്റിന് വലിയ മാർക്ക് നഷ്ടപ്പെടും. ഇനി അടുത്തത് സമീഅത്തുൽ അദാന, ബാങ്കിനെ ഞാൻ കേട്ടു, മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്ന് ഞാൻ ബാങ്കിനെ കേട്ടു. അപ്പോൾ നിന്ന് എന്നുള്ള, അപ്പോൾ പള്ളിയിൽ നിന്ന്, വീട്ടിൽ നിന്ന്, ആ നിന്ന് എന്നുള്ള അർത്ഥത്തിലേക്ക് വരുന്നത് ഏതാണ്? മിനയാണ്. അതും നോട്ട് ചെയ്യുക. ഇനി അടുത്തത് അൽ യോമു സാദിസു, 6ാമത്തെ ദിവസം. ഏതാണ് 6ാമത്തെ ദിവസം? ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുമ്പോൾ യോമുൽ ജുമുഅയാണ്. യോമുൽ ജുമുഅയാണ് 6ാമത്തെ ദിവസമായി വരുന്നത്. 1ാമത്തെ ദിവസം ഏതാണ്? യോമുൽ അഹദ്, ഞായറാഴ്ചയാണ്. യോമുൽ ഇസ്നൈനി, യോമുൽ സലാസാ, യോമുൽ അർബിയാ, യോമുൽ ഖമീസ്, യോമുൽ ജുമുഅ. 6ാമത്തത് യോമുൽ ജുമുഅയാണ്. 7ാമത്തത് ഏതാണ്? യോമുൽ സബ്താണ്, ശനിയാഴ്ച. ഇതിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ലിസാനിൽ വാങ്ങാൻ കഴിയും. ഇനി രണ്ടാമത്തതിലേക്ക് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. നുക്കമ്മിലുൽ ഫറാഅ, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ. യദുറുസു ഡാഷ് യദുറുസിന, യദുറുസു യദുറുസാനി യദുറുസൂന, തദുറുസു തദുറുസാനി യദുറുസ്ന, ഇങ്ങനെയാണ് വരിക. ഇതുപോലെ പുസ്തകത്തിലുള്ള എല്ലാ മുളാരിയായ ഫീൽഡും നമ്മൾ പഠിച്ചു വെക്കുക. യദുറുസു എന്നതിൽ ഇതിൽ ആദ്യം കൊടുത്തത് പേപ്പറിലുള്ളത് യദുറുസു, അവൻ ചെയ്തു, ഒരാളാണ്. യദുറുസാനി, അവർ 2 പേര് ചെയ്തു എന്നാണ് അർത്ഥം, ആണുങ്ങളാണ്.
യദുറുസൂന അവർ കുറേ പേർ ആണുങ്ങൾ ചെയ്തു എന്നാണ് അത് മൂന്നിൻ്റെ അർത്ഥം. ആ മൂന്നെണ്ണം കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ശ്ലാഘത്തിലാണ് വരിക സർഫാക്കുമ്പോൾ യദുറുസു യദുറുസാനി യദുറുസൂന അവിടെ നിർത്തും. ഇനി അടുത്ത ശ്ലാഘം തുടങ്ങുകയാണ്. എങ്ങനെ? തെദുറുസു തെദുറുസാനി യദുറുസുന. അപ്പോൾ അടുത്ത ശ്ലാഘത്തിൽ ഒന്നാമത്തിൻ്റെ അർത്ഥം എന്താണ്? തെദുറുസു അവൾ ചെയ്തു, സ്ഥലത്തില്ലാത്ത ഒരു സ്ത്രീയാണ് അവൾ. തെദുറുസാനി സ്ഥലത്തില്ലാത്ത രണ്ട് സ്ത്രീകളാണ്. യദുറുസ്ന സ്ഥലത്തില്ലാത്ത കുറേ സ്ത്രീകളാണ്. അപ്പം ബ്രാക്കറ്റിൽ തിരഞ്ഞെടുക്കാനുണ്ടാകുമ്പോൾ ഇത് നോക്കിയിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ബ്രാക്കറ്റിൻ്റെ ചോദ്യത്തിൽ ഒരാളാണോ രണ്ടാളാണോ മൂന്നാളാണോ പെണ്ണാണോ ആണാണോ അതിലൊന്നാണോ രണ്ടാണോ ഇത് നോക്കിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കുക. പെണ്ണുങ്ങൾക്കൊരിക്കലും യാ ഉള്ളത് തിരഞ്ഞെടുക്കരുത്, ആണുങ്ങൾക്കൊരിക്കലും താ ഉള്ളത് കൊടുക്കുകയും ചെയ്യരുത്. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും എളുപ്പം വാങ്ങാൻ കഴിയും. അടുത്തതുള്ള എളുപ്പമാണ് മുഹറം കഴിഞ്ഞാൽ സഫർ, റബിയുൽ അവൽ, റബിയുൽ ആഖിർ, ജുമാദുൽ ഊല, ജുമാദുൽ ഉഖ്റ, റജബ്, ഷാബാൻ, റമദാൻ, ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. ഇതും പഠിച്ചു വെക്കുക, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. പക്ഷെ മുലാരിയായ ഫീലിൻ്റെ കാര്യം നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചോളൂ. അടുത്തത് മൂന്നാമത്തിൽ വന്നിരിക്കുന്നത് നെക്തുബുൽ ജംഅ ലിമാ എഴുത്തി. താഴെ കൊടുത്തിരിക്കുന്നതിനിക്ക് ജംഅ ബഹുവചനം എഴുതാനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പുസ്തകത്തിൽ ജംഅ ആക്കിയിട്ട് വഹദാനും ജംഉം കൊടുത്തിട്ടുള്ള ഓരോ പാഠത്തിലും 2-3 വേർഡുകളുണ്ട്. പ്രത്യേകം അത് പഠിച്ചു വെക്കുക. നല്ലൊരു മാർക്ക് നമുക്ക് ഇതിലൂടെ നേടാം. നഷ്ടപ്പെടുത്തി കളയരുത്. അത് നമ്മൾ ചെറുതല്ലേ എന്ന് വിചാരിച്ച് ഒഴിവാക്കും. പക്ഷേ പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്നതാണ് ബഹുവചനവും അതിൻ്റെ ഏകവചനവും ബഹുവചനവും. അപ്പോൾ ഹയവാൻ എന്നുള്ളത് ഒരു ജീവിയാണ്, ഹയവാനാത്താണ് അതിൻ്റെ ബഹുവചനം. ഷജർ ഒരു മരമാണ്, അഷ്ജാർ ഒരുപാട് മരങ്ങളാണ്. പിന്നെ തൊയ്ർ പക്ഷിയാണ്, തുയൂർ ഒരുപാട് പക്ഷികളാണ്. മൻസിൽ ജംഅ് മനാസിൽ. മൻസിൽ എന്ന് പറഞ്ഞാൽ ഒരു വീട്, മനാസിൽ ഒരുപാട് വീടുകൾ. ഇനി നാലാമത്തത് വായിക്കുന്നതിന് മുമ്പേ മദ്രസാപരമായ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പരീക്ഷയുടെ വീഡിയോസ്, സ്കോളർഷിപ്പിൻ്റെത്, അതുപോലെ തന്നെ നബിദിന പരിപാടികൾ, പാട്ട്, പ്രസംഗം, ക്വിസ്, പെൺകുട്ടികൾക്കുള്ള പരിപാടികൾ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും നമ്മുടെ ചാനലിൽ നമ്മൾ ഒഴിവിനനുസരിച്ച് അപ്ലോഡ് ചെയ്യും. വളരെ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തുക. ഇത്തരം വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനവും നിങ്ങൾ തരുന്ന സബ്സ്ക്രൈബാണ്. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ ഒരു ലൈക്ക് കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ അവസാനത്തിൽ കമൻറ്റിലൂടെ നന്ദി സൂചകമായി താങ്ക്സോ മറ്റോ എഴുതി അറിയിക്കുകയും ചെയ്യുക. നിങ്ങളെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരിലേക്ക് ഈ ഒരു അവസാന പരീക്ഷയുടെ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അവർക്കും കൂടെ ഉപകാരപ്പെടട്ടെ. ചോദ്യത്തിലേക്ക് വരുമ്പോൾ നുക്കമ്മിലുൽ ഫറാഗ കമാഫിൽ മിസാലി. ഉദാഹരണത്തിൽ മുകളിൽ കൊടുത്ത പോലെ പട്ടിക പൂർത്തിയാക്കാനാണ്. മേലെ നിങ്ങൾ നോക്കൂ. 1 വാഹിദ് അൽ അവ്വലു. ഒന്നാമത്തെ എന്നാണ് അൽ അവ്വലു എന്നുള്ളതിൻ്റെ അർത്ഥം. വാഹിദ് എന്ന് പറഞ്ഞാൽ 1. പിന്നെ അവിടെ അറബിയിലുള്ള 1 എഴുതുന്ന രൂപവും കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ നോക്ക് നിങ്ങൾ 4 എന്ന് എഴുതിയിട്ടുണ്ട്. അർബഅത്തുൻ. 4-ന് അറബിയിൽ അർബഅത്തുൻ എന്ന് പറയും. ഇനി നാലാമത്തെ എന്നെങ്ങനെ പറയും? അർ റാബിഉ എന്നാണ് പറയുക. അർ റാബിഉ. ശ്രദ്ധിക്കുക, എഴുതുന്നതും ശ്രദ്ധിക്കുക കേട്ടോ. അക്ഷരപ്പിഴവുകൾ വരാൻ പാടില്ല, ഇമ്പോർട്ടൻ്റ് ആണ്. ആറാമത്തത് അടുത്തത് 6 എന്ന് അക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സിത്തത്തുൻ എന്നാണല്ലോ 6-ന് പറയുക. പിന്നെ ആറാമത്തെ എന്നെങ്ങനെ പറയുക? അസാദിസു എന്നാണ്. 11 എന്ന അക്കത്തിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ അക്കത്തിൽ എഴുതി കൊടുത്തു. അഹദ അഷറ. 11-ന് എന്താ പറയുക? അഹദ അഷറ എന്നാണ് അറബിയിൽ പറയുക. 11-ാമത്തെ എന്നെങ്ങനെ പറയുക? അൽ ഹാദി അഷറ എന്നാണ് പറയുക. ഇനി 15 നമ്പർ അവിടെ ഉണ്ട്. 15-ന് അറബിയിൽ പറയുന്ന ഹംസത്ത് അഷറയും അവിടെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് അൽ ഖാമിസു അഷറ എന്നതാണ്. 15-ാമത്തെ എന്നുള്ളതിന് അൽ ഖാമിസു അഷറ എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ 5-ാമത്തത് നഖറഉ മിനൽ ഖുർആനി വനക്തശിഫു മിനുൽ ഫിഅലിൽ മുളാരിഹ വൽ ഹുറൂഫൽ ജരി. താഴെ കൊടുത്തിരിക്കുന്ന ആയത്തുകളിൽ നിന്ന് മുളാരിയായ ഫീലിനെ തിരഞ്ഞെടുക്കാനാണ്. അതുപോലെ തന്നെ ജറിൻ്റെ അക്ഷരങ്ങളും, അഥവാ അതിൻ്റെ ഈ അക്ഷരങ്ങൾ വന്നാൽ അതിൻ്റെ ശേഷം വരുന്ന വാക്കിന് കെസ്ർ ചെയ്യല്ലോ. അങ്ങനെ കുറച്ച് അക്ഷരങ്ങൾ നമ്മൾ ആദ്യത്തെ ആ കഫസുമായി ബന്ധപ്പെട്ട പരീക്ഷ കഴിഞ്ഞു സിയാറത്തിന് പോയ അതുമായി ബന്ധപ്പെട്ട പാഠത്തിൽ കുറച്ച് ജറിൻ്റെ അക്ഷരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഥവാ
ഈ അക്ഷരത്തിന് ശേഷം വരുന്ന അക്ഷരത്തിന് കെസർ, ജർ എന്ന് പറഞ്ഞാൽ കെസർ ചെയ്യും. അപ്പോൾ അതിന് ശേഷമുള്ള എല്ലാ വാക്കിനും കെസറേ കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് അതിനെ കെസറിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ കുറച്ച് അക്ഷരങ്ങൾ ആ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ ഇതിൽ പറയുന്നുണ്ടല്ലോ, പ്രധാനമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് മുളാരിയായ ഫീലുകളെ തിരഞ്ഞെടുക്കാനും അതിൻ്റെ ഉദാഹരണം വെച്ച് കൊടുക്കുന്ന ആ 1, 2, 3 ജംഅ്, അതുപോലെ തന്നെ 2 എണ്ണം മുഫ്രദ്, ഇതൊക്കെ ശ്രദ്ധിക്കുന്നതാണ് പ്രധാനപ്പെട്ടത്. ഇനി ബ്രാക്കറ്റിൽ എഴുതി നോക്കൂ, അറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി. ഇതിലെ യദ്ഖുലൂന എന്നുള്ളത് മുളാരിയായ ഫീലാണ്. കാരണം യദ്ഖുലു, യദ്ഖുലാനി, യദ്ഖുലൂന കണ്ടില്ലേ, മുളാരിയായ ഫീലാണ്. അതുപോലെ തന്നെ ഫീ ദീനില്ലാഹി എന്നുള്ളതിൽ ഒരു ജറിൻ്റെ അക്ഷരമുണ്ട്, ഫീ കണ്ടില്ലേ. അതിൻ്റെ ശേഷം വന്ന വാക്കിന് ദീനി എന്നല്ലേ, നീ അല്ലേ കൊടുത്തത്, നാ പറ്റില്ല, നൂ പറ്റില്ല. കാരണം ജറിൻ്റെ അക്ഷരം മുമ്പിലുണ്ട്, ഫീ ആണ്. ആ ഫീ വന്നതുകൊണ്ട് അതിന് കെസർ തന്നെ കൊടുക്കണം. ഇനി അടുത്തത് അനിൻ നബഇൽ അളീം. അതിൽ മുളാരിയായ ഫീലില്ല, പക്ഷേ ജറിൻ്റെ അക്ഷരമായ അനി ഉണ്ട്. കണ്ടില്ലേ, നബഇ, ഈ വന്നില്ലേ, ഊ വരൂല, ആ വരൂല. കാരണം ജറിൻ്റെ അക്ഷരമായ അനി ഉണ്ട്, അതുകൊണ്ട് കെസർ തന്നെ കൊടുക്കണം. ജർ എന്ന് പറഞ്ഞാൽ കെസർ. ഇനി വലാ യഹുല്ലു അലാ ത്വാമിൽ മിസ്കീൻ. അവിടെ യഹുല്ലു മുളാരിയായ ഫീലാണ്. യഹുല്ലു, യഹുല്ലാനി, യഹുല്ലൂന, തഹുല്ലു, തഹുല്ലാനി, യഹ്ലുലിന, അത് മുളാരിയായ ഫീലാണ്. അപ്പോൾ അതവിടെ എഴുതി കൊടുത്തു. പക്ഷെ അതിൽ എന്തുണ്ട്, അല ത്വാമി എന്നുള്ളതിൽ അല കണ്ടില്ല, ത്വാമി എന്ന് പറഞ്ഞു, കെസർ കൊടുത്തില്ലേ. ത്വാമ എന്നോ ത്വാമു എന്നോ പറഞ്ഞോ, ഇല്ല. കാരണം അല ഏതിൻ്റെ അക്ഷരമാണ്, കെസറിൻ്റെ ജറിൻ്റെ അക്ഷരമാണ്. ത്വാമി എന്ന് തന്നെ പറയണം. പലയും അവിടെ എഴുതി കൊടുത്തു. ഇനി അടുത്തത് നുതർജിമുൽ ആത്തിയ, താഴെ കൊടുത്തിരിക്കുന്നതിനെ പരിഭാഷപ്പെടുത്താനാണ്. അതിലൊന്നാമത്തത് റഅ ഫാളിലുൻ അൽ ബബ്ആ വൽ ഹമാമത്ത അല ഷജറത്തി. ഫാളിൽ മരത്തിനു മുകളിൽ തത്തയെയും പ്രാവിനെയും കണ്ടു, ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ പാഠം നന്നായി പഠിക്കണം. അതിൽ നിന്ന് ഒരു തർജുമ ചോദിക്കും, അർത്ഥം എഴുതാൻ ചോദിക്കും. ഇനി രണ്ടാമത്തത് ഹാമിദുൻ യുഹിബ്ബു സിറാഅത്ത. ഹാമിദ് കൃഷിയെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ആ പാഠത്തിൽ നിന്നും ഒന്ന് ചോദിക്കും. അതുകൊണ്ട് ആ പാഠത്തിലെ പാഠഭാഗത്തിൻ്റെ അറബിയും അതിൻ്റെ അർത്ഥവും കൃത്യമായി പഠിക്കുക. ഇനി അതുപോലെ നുഅരിബു അറബിയാക്കാനാണ്. അതിലൊന്നാമത്തത് സിംഹം കൂട്ടിലാണ്. അൽ അസദു ഫിൽ ഖഫസി, അൽ അസദു ഫിൽ ഖഫസി. അപ്പോൾ ആ പാഠത്തിൽ നിന്ന് ഒന്ന് അറബിയാക്കാനുണ്ടാവും. അതുകൊണ്ട് അറബിയും മലയാളവും കൃത്യമായി നമ്മൾ പഠിക്കുക. രണ്ടാമത്തത് സിനാൻ വീട്ടിലേക്ക് പോയി. ദഹബ സിനാനുൻ ഇലൽ ബൈത്തി. സിനാൻ വീട്ടിലേക്ക് പോയി. ദഹബ മാളിയാണ്, പോയി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലമാണല്ലോ. ദഹബ വീട്ടിലേക്ക് പോയി. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതോടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലായി. 3 പാഠങ്ങളാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാം നന്നായി അർത്ഥം വെച്ചുകൊണ്ട് അതിലെ തെരീവാത്തും പ്രവർത്തനങ്ങളൊക്കെ നന്നായി പഠിക്കുക. നല്ല മാർക്കോടുകൂടെ തന്നെ എല്ലാവർക്കും വിജയിക്കാൻ കഴിയും. പരീക്ഷ വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതോടുകൂടെ ഈ ഒരു പാദവാർഷിക പരീക്ഷയുടെ വീഡിയോകൾ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് സംവദിക്കാം. അതുവരെ ഒരു ബ്രേക്കാണ്. നിങ്ങളൊക്കെ പരസ്പരം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. സബ്സ്ക്രൈബിൻ്റെ കാര്യം മറന്നു പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻറ്റ് അറിയിക്കുക. ഇതുവരെ എത്രമാത്രം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്നുള്ളതും കൂടെ എഴുതിയാൽ സന്തോഷം. പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ വായിച്ചു നോക്കും. നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.